സാധാരണ പെൻസിൽ കൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? എന്നാൽ ഒരാളുടെ പൊക്കമുള്ള പെൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പെൻസിൽ ഉണ്ടാക്കി അത് വെച്ച് എഴുതുക എന്ന ചാലഞ്ചുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് നടത്തിയെടുക്കണമെങ്കിൽ ഒരു മരപ്പണിക്കാരനായും ഒരു പെയിന്ററായും സർവോപരി ഒരു സയന്റിസ്റ്റായും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പെൻസിൽ നിർമ്മിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ പക്കാ ഫിനിഷിംഗ് ആയിരിക്കണം. അങ്ങനെ നമ്മുടെ പെൻസിലാവാൻ പോകുന്ന മരവും തപ്പി നമ്മൾ അങ്ങനെ മില്ലിലെത്തി. അതിന് പറ്റിയ മരം ഇവിടെ കിട്ടുമോ? അതിന് പറ്റിയ മരം ഇവിടെ ഇല്ല. മരം പോലത്തെ മരം ഇവിടെ കിട്ടൂല. പറഞ്ഞ മരം കിട്ടുകയാണെങ്കിൽ മേടിച്ചോളി. അപ്പൊ നമ്മുടെ ചേട്ടൻ പറഞ്ഞ മാതിരി കട്ടി കുറഞ്ഞതും എന്നാൽ എളുപ്പം ഉണങ്ങുന്നതുമായിട്ടുള്ള മരം തപ്പി നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടോ. ചേട്ടാ ഈ ജംഗ്ഷനിൽ എങ്ങോട്ടായിരുന്നു? അങ്ങനെ കുറച്ച് ദിവസത്തെ തെരച്ചിലിനൊടുവിൽ നമ്മുടെ പെൻസിലാവാൻ പോകുന്ന ആ മരത്തെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ മരത്തെ നല്ല വൃത്തിക്ക് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പെൻസിലാകേണ്ടതുകൊണ്ട് തന്നെ ഇതിന് ഒരു കേടുപാടും പാടില്ല. നമ്മുടെ കയറും ടൂൾസും മറ്റു സാധനങ്ങളും എടുത്ത് നല്ല വൃത്തിക്ക് തന്നെ ഇത് മുറിച്ചെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് അളവുകളും കാര്യങ്ങളും മാർക്ക് ചെയ്യാം. നമ്മുടെ പെൻസിൽ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഈ മരത്തെ നമ്മൾ നടുകെ പൊളക്കാൻ പോവാട്ടോ. അതിൻ്റെ അളവുകളും കാര്യങ്ങളും നമ്മളിവിടെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മാർക്ക് ചെയ്ത വസ്തു കൂടെ കറക്റ്റായിട്ട് നമുക്ക് ഉളി വെച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നടുകെ പൊളത്തിയെടുക്കാം കേട്ടോ. മാർക്ക് ചെയ്ത് കട്ടിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്ത സ്ഥലത്ത് കൂടെ നമുക്കൊന്ന് ഉളി വെച്ചൊന്ന് താത്തി കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ മരത്തിനെ നമ്മൾ ഇതേപോലെ 2 പീസാക്കി പുറത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എന്ത് ചെയ്യാം, നമ്മുടെ പെൻസിലിന്റെ ലെഡ് നമുക്ക് ഉണ്ടാക്കാം. അതിനു വേണ്ടി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ചാലുണ്ടാക്കി എടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് മാത്രമേ ഈ ലെഡ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കറക്റ്റ് കുഴിച്ചൊരു ചാല് പോലെ ഇതാക്കി എടുക്കാം കേട്ടോ. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പെൻസിൽ എന്തു വെച്ച് എഴുതിക്കും, അതിന് എന്ത് കെമിക്കലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഇത് ബത്തേരി കെമിക്കൽ ഷോപ്പ് കൂടെയാണോ? അവിടെ നമുക്ക് നമ്മുടെ പെൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റിന്റെ പൗഡർ ഉണ്ടാവും. നമുക്കൊരു 15-20 കിലോന്റെ അടുത്ത് വേണം. 20 കിലോ എന്നൊക്കെ പറയുമ്പോ 10-20,000 അടുത്ത് വരും. എല്ലാം സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പണി നമ്മൾ പ്രതീക്ഷിച്ചില്ല. 3 മാസം ജീവിതത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിൽ എന്തോ പിഴവുണ്ട്. അതുകൊണ്ട് ഈ വെല്ലുവിളി ഒരു നല്ല ലക്ഷണമാണ്.
ഇതിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനമുണ്ടോ? അങ്ങനെ ഗ്രാഫൈറ്റിന് പകരമായിട്ടുള്ള കെമിക്കലും വാങ്ങി നമ്മൾ അങ്ങനെ ഷോപ്പ് വിട്ട് ഇറങ്ങിട്ടോ. ഏകദേശം 3 കിലോ ചോക്ക് പൊടിയ അഥവാ ചാൾക്ക് പൗഡർ, ഏകദേശം 8 കിലോയോളം പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതിലേക്ക് ഏകദേശം 1/2 കിലോയോളം ബ്ലാക്ക് ഓക്സൈഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇത് രണ്ടും പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ 2 ആഴ്ച നമ്മൾ ഉണക്കാൻ വെച്ച തടി ഉണങ്ങി ഏകദേശം തടിയൊക്കെ കുറഞ്ഞ് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഇതിനകത്തൊക്കെ നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഉണക്കാൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വേർപെടുത്തിയ ആ പോർഷൻ കറക്റ്റായി ജോയിൻ ചെയ്തിട്ട് അവിടെ നെറ്റും ബോൾട്ടും ഇട്ട് കറക്റ്റായി ടൈറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ നമുക്ക് കുറേ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പുകളെല്ലാം കൂടി നമ്മൾ കുട്ടിയിട്ട് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യണം ഈ സാധനത്തിനെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ടെറസിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ഈ സാധനത്തിനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് നേരെ ഇവൻ അങ്ങ് കുത്തനെ വെച്ചിട്ട് നല്ല വെയിറ്റ് ആട്ടോ. നേരെ കുത്തനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെറസിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൂടെ ഒരു കയറിട്ടിട്ട് ഒരു കെട്ടം ഇട്ട് കൊടുക്കാത്തതിന്. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ എടുത്തിട്ട് ഒന്ന് കെട്ടിന് ഒന്നും കൂടെ ഒന്നങ്ങ് ഓർമ്മ. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ ബ്ലാക്ക് സ്റ്റെയിനർ കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഈ ഒരു ബക്കറ്റ് വെള്ളമായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ് നമ്മൾ ഈ വെള്ളത്തിലോട്ട് നൈസിന് ഇട്ട് കൊടുത്ത് കറക്റ്റ് ഒരു പേസ്റ്റിന്റെ പരിവാവുന്നേണം വരെ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് നമ്മൾ നേരത്തെ കൊണ്ടുപോയി ഉറപ്പിച്ചു വെച്ച് നമ്മുടെ മരത്തിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ പെൻസിലിന്റെ മിക്സ്ചർ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പതുക്കെ 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 പതുക്കെ. അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഇതൊരു പേസ്റ്റ് പരുവം പോലായി. ആ പേസ്റ്റ് പരുവം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമ്മുടെ പെൻസിലിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിത് ടൈറ്റ് ആവാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു കമ്പിയൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി നൈസ് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറക്കി കറക്റ്റ് ഫില്ലാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ഏകദേശം അവസാന പരിപാടിയിലേക്ക് എത്തി. നമ്മൾ അവസാനം ഉള്ള ഭാഗം കൂടി കറക്റ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കറക്റ്റ് ഇതിനിവിടെ. അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കെട്ടൊക്കെ മുറുകി അങ്ങനെ ടൈറ്റായി നമ്മുടെ മിക്സൊക്കെ ഇവിടെ ഉണങ്ങി നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ കെട്ടൊക്കെ നൈസിനങ്ങ് അഴിച്ചിട്ട് നൈസായിട്ട് അങ്ങ് ചാരിയിട്ട് നല്ല വെയിറ്റ് ആണ്. ഇറങ്ങല്ലേ പെൻസിലിന്റെ മിക്സ് ഒക്കെ ഒലിച്ചിറങ്ങി ഏകദേശം ഒരു കോലം കെട്ട അവസ്ഥയിലാണ് നമുക്ക് ഇതിനെ കിട്ടിയത്. ഇതിനെ മൊത്തത്തിൽ നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പം നമ്മുടെ ചെത്തിമിനിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പരിപാടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് മിനുസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു DIY ടൂളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ റബ്ബിംഗ് പേപ്പറൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ റബ്ബ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം അടിപൊളിയായ ഒരു പെൻസിൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെയിന്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ പെൻസിൽ കൂർമ്മിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നമ്മളൊരു ഉളിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ എന്താക്കാം, അത് കൂർമ്മിച്ചങ്ങ് എടുക്കാം കേട്ടോ. എഴുതാൻ പാകത്തിന് നമ്മുടെ ഉളി വെച്ചിട്ടൊന്നും വെട്ടലേ നടക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഒരു വാക്കത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് വാക്കത്തി വെച്ചിട്ട് കൂർമ്മിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പൊ നമ്മുടെ പെനസിൽ നമ്മൾ ഏകദേശം കൂർമ്മിച്ചിട്ട് ഈ ലെഡിന്റെ ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ലെഡൊക്കെ ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് ഇങ്ങനെ കുത്തിക്കളയാം. നമ്മൾ എഴുതാൻ പോവാട്ടോ. അതിനുവേണ്ടി നമ്മൾ വലിയൊരു പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറെ ചാർട്ട് പേപ്പറൊക്കെ ഒട്ടിച്ച് നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ തന്നെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പർ ഇതുപോലെ നിലത്തങ്ങ് ഇരിക്കാട്ടോ. വലിയ പെൻസിലിനെ നമ്മൾ എഴുതി ട്രൈ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ നമ്മൾ ചെറിയൊരു ഷീറ്റൊക്കെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എടുത്തൊന്ന് എഴുതി നോക്കാം. അതൊരു കോഫി. അങ്ങോട്ടുള്ള ജയ, ഇങ്ങോട്ടുള്ള ജയ. സോറിയാ, നേരത്തെ ഈ എഴുതിയതാണ്. അടുപ്പോക്കട്ടെ. ഒന്നുകൂടി. ലെഡിന്റെ കഷ്ണം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലെഡിന് എത്ര പവർ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മുടെ ലെഡ് തെളിയുന്നുണ്ട് കേട്ടോ.